ദുരന്തബാധിതർക്കായുള്ള സർക്കാർ പുനരധിവാസ ലിസ്റ്റിനെതിരെ വയനാട്ടിൽ പ്രതിഷേധമുണ്ട്. സർക്കാർ ഉപഭോക്തൃ ലിസ്റ്റിൽ എല്ലാ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെയും ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് ചൂരൽമലയിൽ സൂചനാ സമരം നടക്കുകയാണ്. വിവരങ്ങളുമായി ദീപക് മോഹൻ ചേരുന്നു. ദീപക് മോഹൻ, പ്രതിഷേധം ആരംഭിച്ചോ വയനാട്ടിൽ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ചൂരൽമല ടൗണിലാണ് പ്രതിഷേധം ആരംഭിച്ചിട്ടുള്ളത്. ഈ സർക്കാർ പുനരധിവാസ ഉപഭോക്തൃ കരട് പട്ടികയിൽ നിരവധി ആളുകളുടെ ദുരന്തബാധിതരായിട്ടുള്ള നിരവധി ആളുകളുടെ പേരുകൾ ഉൾപ്പെട്ടിരുന്നില്ല. അതിൽ ഈ ചൂരൽമല വാർഡിൽ ഉൾപ്പെട്ട പടവെട്ടിക്കുന്ന് സ്കൂൾ റോഡിന് ഭാഗത്തുള്ള 37ഓളം കുടുംബങ്ങളെ നേരത്തെ ഉപഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല എന്നാരോപിച്ചാണ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ജില്ലയുടെ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന ദുരന്തബാധിതരായ ആളുകൾ ചൂരൽമലയിൽ ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. ചൂരൽമല അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് ബെയിലിപ്പാലത്തിന് സമീപത്തേക്ക് ഇപ്പോൾ അവരുടെ പ്രതിഷേധ മാർച്ച് എത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ മൂന്നാം ഘട്ട അവസാനഘട്ട കരട് പട്ടിക പുറത്തു വന്നിരുന്നു. ആ കരട് പട്ടികയിൽ ഉൾപ്പെടെ നിരവധി ദുരന്തബാധിതരായ ആളുകളുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ഈ പ്രതിഷേധവുമായി മുന്നോട്ടിറങ്ങിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബെയിലിപ്പാലത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിഷേധക്കാർ. അതിന് സമീപത്തായി തന്നെ മേപ്പാടിയിൽ നിന്നുള്ള പോലീസുമുണ്ട്. ബെയിലിപ്പാലത്തിനപ്പുറത്തേക്ക് പ്രതിഷേധക്കാരെ കടത്തിവിടില്ല എന്നുള്ള ഒരു സാഹചര്യം നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസ് അവരെ തടയുകയാണ്. ബെയിലിപ്പാലത്തിന് മുൻപിൽ വെച്ച് പ്രതിഷേധക്കാരെ തടയാനായി പോലീസ് അവിടെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ ഇപ്പോൾ വീണ്ടും പ്രതിഷേധക്കാരെ അകത്തേക്ക് കടത്തിവിടുന്നുണ്ട്. മൂന്നാം ഘട്ട അവസാനഘട്ട കരട് പട്ടിക ലിസ്റ്റ് പുറത്തു വന്നു. പക്ഷെ അതിൽ പേരുൾപ്പെടാത്ത നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് വലിയ ഒരു പ്രതിഷേധത്തിലേക്കും സമരത്തിലേക്കുമൊക്കെ ഇവർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മൂന്നാം ഘട്ട ലിസ്റ്റിൽ ചൂരൽമലയിൽ മാത്രം 43ഓളം കുടുംബങ്ങൾ, അതുപോലെ മുണ്ടക്കയിൽ 41, അട്ടമലയിൽ 27, അങ്ങനെ 3 വാർഡുകളിലായി ഏകദേശം 100-നടുത്ത് ആളുകൾ ഈ മൂന്നാം ഘട്ട കരട് ലിസ്റ്റ് ഉൾപ്പെടുത്തിയില്ല. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ അവർ ജില്ലാ കളക്ടറെ കണ്ടിരുന്നു. അന്ന് പറഞ്ഞത് ഈ ജോൺ മത്തായി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സംരക്ഷിതമായ 50 മീറ്റർ ദൂരത്തിൽ നിന്ന് പുറത്തുള്ള വീടുകളെ ഇതിൽ ഉൾപ്പെടുത്തും, അതായത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ ദുരന്തബാധിതരായ ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തി ഈ ഇത്തരത്തിൽ ഇതൊരു സൂചനാ സമരമാണ്. തീർച്ചയായിട്ടും ഇതൊരു സൂചനാ സമരമാണ്. ഞങ്ങൾ അവസ്ഥ കേട്ടത് ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് മാത്രം ഇനിയും ഞങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ ചൂരൽമലയുടെ ദുരന്ത ഭൂമിയിൽ ടൗണിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവിടെ താൽക്കാലിക ബെയിലിപ്പാലത്തിന് മുകളിലൂടെയാണ് ഈ സമരക്കാർ വരുന്നത്. ആ ദുരന്തത്തിന്റെ നേർചിത്രമായ ബെയിലിപ്പാലത്തിന് മുകളിലൂടെയാണ് ഈ സമരക്കാര് സൂചനാ സമരവുമായിട്ട് എത്തുന്നത്. ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയവരാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് എത്തുന്നത്. പക്ഷേ വലിയൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ടല്ലോ ദീപക്. ഇത് ലയങ്ങളിൽ താമസിക്കുന്നവരാണോ ഈ സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്? അരുൺകുമാർ, ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലായി താമസിക്കുന്ന ദുരന്തബാധിതരാണ്. രാവിലെ 9:00 ഇവിടെ ഈ സൂചനാ സമരത്തിൽ പങ്കെടുക്കാനായി എത്തിയത്. നേരത്തെ അവർ പറഞ്ഞു 27ഓളം കുടുംബങ്ങൾ, ചൂരൽമലയിൽ മാത്രം 27ഓളം കുടുംബങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറെ അടക്കം അവർ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറെ പരാതി അറിയിച്ചിരുന്നു. പക്ഷേ അതിൽ ഒരു നടപടിയും എടുത്തില്ല. അവസാനഘട്ട ലിസ്റ്റ് പട്ടിക പുറത്തു വന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ പാടികൾ, അതായത് തൊഴിലാളികളുടെ ലയങ്ങളിൽ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകൾ വീടുകൾ നൽകണമെന്നാണ്. അതിൽ പ്രതിഷേധിച്ചാണ് അവർ ഇപ്പോൾ ഒരു സൂചനാ സമരത്തിലേക്ക് എത്തിയത്. ഈ ബെയിലിപ്പാലത്തിന് മുകളിലൂടെ ബെയിലിപ്പാലം ഭാഗത്തേക്ക് എത്തി അവിടെ നിന്നിപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രതിഷേധക്കാർ. ദൃശ്യങ്ങളിൽ കാണാൻ നിരവധി സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള ആളുകളെ കൂട്ടിയാണ് എത്തിയിട്ടുള്ളത്. മാത്രമല്ല മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റും ഈ 3 വാർഡിലെ മെമ്പർമാരടക്കമുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ദുരന്തബാധിതരായ ആളുകളാണ്. മൂന്നാം ഘട്ട ലിസ്റ്റ് പട്ടിക പുറത്തു വന്നു. ജില്ലാ കളക്ടറുമായിട്ട് നിങ്ങൾ സംസാരിച്ചു, എന്താണ് മറുപടി പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ പടവെട്ടിക്കുന്ന് പെട്ടിട്ടില്ല. നമ്മളിപ്പോൾ ഇന്നലെ അവിടെ പോയിരുന്നു. പക്ഷെ നമ്മൾ പറയുന്നത് ഈ 10-34 വീടും കൂടെ അതിൽ പെടുത്തുക, അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് അതിന് എല്ലാ ഗവൺമെൻറ് രാഷ്ട്രീയം നോക്കാതെ ഈ 34 വീട്ടുകാരെയും കൂടെ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞ് അത് കിട്ടുന്നവരെ ഇവരെ കൂടെ സമരത്തിലേക്ക് ഞങ്ങൾ മെമ്പർമാരും പ്രസിഡന്റും എല്ലാവരും ഉണ്ടാവുമെന്ന് അറിയിക്കാനുള്ളത്.
ഓക്കെ. അരുൺകുമാർ, ജനപ്രതിനിധിയായ നൂറുദ്ദീനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. നിലവിൽ മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉൾപ്പെടുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ചൂരൽമല വാർഡിൽ ഉൾപ്പെട്ട സ്കൂൾ റോഡിന് സമീപം പടവെട്ടിക്കുന്ന് തുടങ്ങിയ മേഖലകളിലുള്ള 37ഓളം കുടുംബങ്ങളെ ഇതുവരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറടുത്തും പരാതി പറഞ്ഞിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ഇനി എത്ര നാൾ ഈ ദുരന്തബാധിതർ ഇത്തരത്തിലൊരു ദുരിതപരപൂർണ്ണമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലൊക്കെ വലിയ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം, നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സ്വാഭാവിക ഒരു പ്രതിഷേധം തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ദുരന്തബാധിതരുടെ ആവശ്യം? അവരിപ്പോൾ 3ാം ഘട്ട ലിസ്റ്റ് പട്ടിക പുറത്തു വന്നു. മന്ത്രി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമായ പരാമർശമൊക്കെ നടത്തിയിരുന്നു. മന്ത്രി വിവാദമായ പരാമർശം നടത്തി. യാഥാർത്ഥ്യമാണ്. പ്രദേശത്ത് 27ഓളം കുടുംബങ്ങളുണ്ട്. ആ 27 കുടുംബങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ആ ആവശ്യം സർക്കാരിൻ്റെ ചില ഉത്തരവുകൾ പ്രകാരം അത് അവർക്ക് നടക്കുന്നില്ല. കാരണം 1(2)A എന്ന് ഓക്കെ, ഇപ്പോൾ ഷംസാദ് മരക്കാരാണ് സംസാരിച്ചത്. ഇപ്പോൾ ആ ബെയിലി പാലത്തിലൂടെയാണ് ഈ പ്രതിഷേധക്കാർ സഞ്ചരിക്കുന്നത്. ഈ ദുരന്തത്തിൻ്റെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തു നിന്നും ആ വലിയ വെള്ളം ഒലിച്ചു പാഞ്ഞെത്തി അവിടെയുള്ള താൽക്കാലികമായ പാലം എടുത്തിരുന്നു. ആ പാലത്തിന് കുറുകെ മനുഷ്യർ സമരവുമായിട്ട് നടക്കുന്നപ്പോൾ ഇങ്ങനെയൊരു സമരവും പ്രതിഷേധവും അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ നേരത്തെ അന്ന് നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ ആ സമരവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാവുന്നു. സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.